നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ പുതിയ സിനിമയായ കനലിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി കനലിൻ്റെ ഫുൾ ടീം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഇന്നത്തെ ഷോയിലേക്ക്. സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ സിനിമ കണ്ട് നേരിട്ട് വരുന്ന വഴിയാണ്. വളരെ നല്ലൊരു സിനിമയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻ്റായിട്ട് അപ്രോച്ച് ചെയ്തൊരു മൂവിയാണ്. ഷിക്കാറിന് ശേഷം പത്മകുമാർ സാറും സുരേഷ് ബാബു സാറും ലാലേട്ടനും കൂടി ഒന്നിക്കുന്ന ഒരു പടമാണ് കനൽ. എന്താണ് ആ മൂവി പ്രേക്ഷകർക്ക് നൽകുന്ന പ്രതീക്ഷ? എപ്പോഴും ആൾക്കാർ എൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പം വളർന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രതീക്ഷയെക്കാട്ടിലും നന്നായി. പ്രതീക്ഷ അവരുടെയാണ്. അപ്പം പലപ്പോഴും സംഭവിക്കുന്നത് കഴിഞ്ഞ ഒരു സിനിമയുടെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ഷിക്കാർ പോലത്തെ ഒരു സിനിമയല്ല കനൽ. അപ്പോൾ കനൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക സിനിമയാണ്, ഒരു പുതിയ സിനിമയാണ്. അതൊരു വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. ഷിക്കാർ എന്ന് പറയുന്നത് അങ്ങനെയല്ലായിരുന്നു, കൂടുതൽ ഇമോഷൻസും കാര്യങ്ങളും. അതിനേക്കാളും വലിയ ഇമോഷണൽ ഫിലിമാണ് ഈ സിനിമ. അപ്പോൾ അതിനെ വേറൊരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയാണ് കൊണ്ടുപോയി. അപ്പോൾ ആ സിനിമ കണ്ടിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നേരത്തെ പ്രതീക്ഷിച്ചിട്ട് ആ സിനിമ കാണാൻ പാടില്ല. ഒരു പ്രീ ഓക്യുപ്പൈഡ് മൈൻഡായിട്ട് പോകുമ്പോഴാണ് നമുക്ക് സിനിമയെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പലപ്പോഴും കഴിഞ്ഞ സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും പലരും പോകുന്നത്. ഈ സിനിമയെ ഫ്രഷായിട്ട് ഒരു സിനിമ കാണാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പോയി ആ സിനിമയുടെ കൂടെ സഞ്ചരിക്കണം, ആ കഥാപാത്രങ്ങളുടെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അങ്ങനെയാണ് സിനിമ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതെ, തീർച്ചയായും. ഈ സിനിമ ഞാൻ ആദ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നുപോയി. ഞാനൊരു പ്രീ ഓക്യുപ്പൈഡ് മൈൻഡായിട്ടാണ് പോയത്. എല്ലാം തെറ്റിച്ചുകൊണ്ട് സിനിമ വേറൊരു തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ഈ മൂവി കൊണ്ടുപോകാം എന്ന് സാർ തീരുമാനിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ പ്രേക്ഷകൻ്റെ മനസ്സിൽ വരുന്ന ഒരു പേസുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് അതല്ലാത്തൊരു സിനിമ ചെയ്യുക എന്നുള്ളതായിരുന്നു എപ്പോഴും നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ഷിക്കാർ ചെയ്യുന്ന സമയത്തും അതുവരെ കണ്ട സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് ഷിക്കാർ ചെയ്തത്. ഈ സിനിമ ചെയ്യുമ്പോൾ ശരിക്കും തീർച്ചയായും ഷിക്കാറിന് അപ്പുറം, ഷിക്കാറിൽ നമ്മൾ കണ്ട അതേ ട്രീറ്റ്മെൻറ്റ് അല്ലാതെ വേറൊരു രീതിയിൽ ഒരു ത്രില്ലർ സിനിമ എങ്ങനെ ചെയ്യാം എന്ന ആലോചനയിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. സുരേഷ് ബാബു കഥ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഥ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വൺ ലൈൻ ഉണ്ടാക്കുമ്പോഴും സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഒരു ആലോചന എങ്ങനെ പുതിയ രീതിയിൽ ഈ കഥ പറയാം. പറയുന്ന കഥ വ്യത്യസ്തമല്ലെങ്കിൽ പോലും അത് പറയുന്ന രീതി വ്യത്യസ്തമാണെങ്കിൽ തന്നെ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും, ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടും. ജനങ്ങൾക്കിടയിൽ എല്ലാ ഭാഷകളിലും അത്തരം ഒരു മാറ്റം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം മാറ്റം പ്രേക്ഷക സമൂഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സിനിമകൾ വിജയിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ ഒരു സിനിമയെ പുതിയ രീതിയിൽ എടുക്കാം, എങ്ങനെ അവതരിപ്പിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരം ഒരു പേസ് ഉണ്ടാകുന്നത്. ആ പേസ് തീർച്ചയായും ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേസ് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ തീർച്ചയായും പൂർണ്ണമായി വിശ്വസിക്കാം. പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് ഈ സിനിമ എന്ന്. രേവതി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് കനലിൽ ചെയ്തിരിക്കുന്നത്. മികച്ച ഒരു കുടുംബം കഷ്ടപ്പെടുന്ന സമയത്ത് ജോലിക്കിറങ്ങി വീണ്ടും ന്യൂസ് റീഡറായി ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു കഥാപാത്രം കുറേ ഫേസിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, കുറേ തലങ്ങളുണ്ട് അതിന്. എനിക്കൊന്ന് ഈ കനലിൻ്റെ ഷൂട്ട് തുടങ്ങിയത് തന്നെ എൻ്റെ പോർഷൻസിലൂടെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നല്ല ടെൻഷനോടുകൂടി തന്നെയാണ് ഈ ലൊക്കേഷനിലേക്ക് വന്നതും ഓക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് പപ്പേട്ടനാണ്. സത്യത്തിൽ എനിക്ക് എൻ്റെ ടെൻഷൻസും വറീസ് എല്ലാം എടുത്തു കളഞ്ഞത്. അത് ശരി. ശരിക്കും ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പും പപ്പേട്ടൻ പറയുമായിരുന്നു എന്താണ് അവിടെ ആവശ്യം. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഓവർ ആക്ടിങ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതാണ്. അപ്പം പപ്പേട്ടൻ വന്നിട്ട് പറയും അത്രയും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ട് സോണിൽ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊന്ന് ശരിക്കും പപ്പേട്ടനോട് തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. പിന്നെ ലാലേട്ടനോടൊപ്പം ഉള്ള ലാസ്റ്റ് സീനിൽ പിന്നെ ഇത്രയും വലിയ മഹാനടൻ്റെ കൂടെ അഭിനയിക്കാൻ പോയപ്പോൾ അന്ന് ഏറ്റവും വലിയ ടെൻഷൻ നിറഞ്ഞ ദിവസമായിരുന്നു. പക്ഷേ ലാലേട്ടനെ കണ്ടപ്പോൾ തന്നെ അതെല്ലാം മാറി. ഭയങ്കര എനർജി ആയിട്ട് എനിക്ക് തന്നെ ഒരു ഭയങ്കര വൈബ്സ് ഒക്കെ കിട്ടി. ഒരു ടീം വർക്ക് തന്നെയാണല്ലേ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും നമ്മൾ ഇതിലില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി വളരെയധികം ഇൻവോൾവ് ആയിട്ട് ആക്ട് ചെയ്ത ആൾക്കാരല്ലേ. അനൂപായാലും പ്രതാപ് പൂത്തനായാലും കുൽക്കർണി ആയാലും നമ്മുടെ മറ്റേ കുട്ടി നിഖിത, എല്ലാവരും അവരുടെ റോളുകൾ, ചെറിയ റോളുകൾ പോലും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുൽ കുൽക്കർണിയാണ് ഈ ഒരു പെർട്ടിക്കുലർ റോൾ ചെയ്യണം എന്ന് തോന്നാനുണ്ടായ കാരണം. ഈ സിനിമയിൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അതുൽ കുൽക്കർണിയുടേത്. സാധാരണ ഗതിയിൽ പറഞ്ഞാൽ ഒരു സാധാരണ വില്ലനായി വന്നു പോകാവുന്ന ഒരു ക്യാരക്ടറിനെ വേറൊരു രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്ത് എടുത്തുണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സാധാരണ ഒരു നടന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അതിനകത്തുണ്ട്. പക്ഷേ വേറൊരു നടൻ ചെയ്താൽ, ഇപ്പോൾ അതുലിനെ പോലെ ഒരു നടൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു തലം കുറേ കൂടി വേറൊരു രീതിയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് നേരത്തെ മനസ്സിലാവുകയും അങ്ങനെ ഒരു നടന് വേണ്ടിയുള്ള അന്വേഷണത്തിനൊടുവിലാണ് നമ്മൾ അതുൽ കുൽക്കർണിയിലേക്ക് എത്തുന്നത്. അതുലിൻ്റെ മലയാളത്തിലെ 2 സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനേക്കാൾ കൂടുതലായി അതിൻ്റെ ചില മറാഠി സിനിമകളും അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്.
അങ്ങനെയെല്ലാം അതുൽ കുൽക്കർണി നടനെക്കുറിച്ച് ഞങ്ങൾക്കുള്ള ഒരു പൂർണ്ണ ബോധ്യം തന്നെയാണ്. പിന്നെ അദ്ദേഹം ചെയ്യുന്നത് സത്യമാണെന്ന് അവസാന നിമിഷം വരെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതെ, എന്നിട്ടും കുറ്റബോധമില്ല. ഇല്ല, അപ്പം അങ്ങനെ അത് വളരെ പ്രയാസമാണ് ആ റോള് ചെയ്യാൻ. തീർച്ചയായും. അപ്പോൾ അയാളൊരു വളരെ സ്റ്റോൺ ഫേസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരാളായിട്ട്. അതെ, അവസാനം ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ പറയുന്നുണ്ട്, ചെയ്തതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ കുറ്റബോധമില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തിരിച്ചും നമ്മൾക്കും ജോൺ ഡേവിഡിനും അതാണ് സംഭവിച്ച സങ്കടമുണ്ട്, പക്ഷെ കുറ്റബോധമില്ല. തികച്ചും ഒരു അനക്കമില്ലാതെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്.